ആദ്യമായിട്ട് എനിക്കൊരു നന്ദി പറയാനുള്ളത് ഈ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ ഇതുപോലെ ഒരു വിജയമാക്കി തീർത്ത, ഇതുപോലെ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്കാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ക്രൂഷ്യലായിരുന്നു. ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി വേറൊരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കൃഷ്ണകുമാറിനോടാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു കഥയും നല്ലൊരു കെട്ടുറപ്പുള്ളൊരു സ്ക്രിപ്റ്റും എനിക്ക് തന്ന കൃഷ്ണകുമാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ നായകൻ ബേസിൽ, ഗ്രേസ് ആൻ്റണി, സൈജു, അൽത്താഫ്, ബിനു, പിന്നെ ബൈജു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സിദ്ദിഖേട്ടൻ. അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം അവരവരുടെ റോളുകൾ അതിഗംഭീരമായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. കാരണം ഒരു ഹ്യൂമർ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയത്, ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ തിയേറ്ററുകളിൽ കാണുന്നത്.